കോഴിക്കോട് ഇന്നലെ രാത്രി തുടങ്ങിയ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കടലാക്രമണത്തിൽ കാപ്പാട് കൊയിലാണ്ടി റോഡ് 1 കിലോമീറ്റർ ദൂരം തകർന്നു. ചെറുപുഴ കരകവിഞ്ഞ് മാവൂരിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി. ഈ കാലവർഷം കനക്കുമ്പോൾ കോഴിക്കോട്ട് നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ കാപ്പാട് റോഡ് തകർന്നു വീഴുന്ന ഒരു കാഴ്ച. ഇക്കുറിയും അതിനൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. കാപ്പാട് കൊയിലാണ്ടി റോഡ് തൂവപ്പാറ മുതൽ 1 കിലോമീറ്റർ പൂർണ്ണമായും തകർന്നു. കടൽഭിത്തിയും തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലവർഷത്തിൽ റോഡ് തകർന്ന ഭാഗത്ത് 9 ലക്ഷം രൂപ ചെലവാക്കി അറ്റകുറ്റപ്പണി നടത്തിയതും ഈ വർഷം കടലാക്രമണത്തിൽ ഒലിച്ചുപോയി. കൊയിലാണ്ടി മുതൽ കണ്ണങ്കടവ് വരെ പുളിമോട്ടിടുക. റോഡിൻ്റെ അറ്റകുറ്റപ്പണി തീർത്ത് കഴിഞ്ഞാൽ തീരെ റോഡ് തകരിയില്ല. ഫസ്റ്റ് കാലത്ത് റിയാസ് വന്നപ്പോൾ പറഞ്ഞതാണ് പെട്ടെന്ന് നമുക്കെല്ലാം ചെയ്യാം, കോടിക്കണക്കിന് ഉറുപ്പ്യ പാസ്സായിട്ടുണ്ട്. ഇതൊക്കെ ഇതുവരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. കടൽഭിത്തി നിർമ്മിക്കുമ്പോൾ അതിനോട് കൂടിയിട്ട് പുളിമോട്ട് നിർമ്മിക്കണം. ചെറുപുഴയും ചാലിയാറും കരകവിഞ്ഞതോടെ മാവൂരിൽ വെള്ളം കയറി. കോഴിക്കോട് പേരാമ്പ്രയിൽ നിർത്തിയിട്ട ജീപ്പിന് മുകളിൽ മരം കടപുഴകി വീണു. ജീപ്പിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കായണ്ണ സ്വദേശി ഗോവിന്ദന്റെ ജീപ്പാണ് തകർന്നത്. കോഴിക്കോട് വെള്ളിപറമ്പ് കനത്ത മഴയിൽ മരം ഒടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെട്ടു. രാമനാട്ടുകരയിൽ വൻമരം കടപുഴകി റോഡിലേക്ക് വീണ് 2 പേർക്ക് നേരിയ പരിക്കേറ്റു. കോട്ടൂളിയിൽ പണി നടന്നുകൊണ്ടിരുന്ന കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണു. കോട്ടൂളി മാങ്ങോട്ടുവയലിലാണ് സംഭവം. ആളപായമില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.